വേണമെങ്കിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റാം. അങ്ങനെ അടിച്ചു മാറ്റുന്ന സാധനം ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊണ്ട് കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പുണ്യം വെച്ച് കഞ്ഞി വെച്ച് കുടിക്കായിരുന്നു. പോരാ നിന്നോട് ഞാൻ 100 തവണ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടല്ല നോക്കേണ്ടത്, അങ്ങോട്ട് നേരെ നോക്ക്. ക്യാമറ ഓക്കെ ആണ്. ഓക്കെ, ക്യാമറ റോളിംഗ്. നേരെ നോക്കണോ? ക്യാമറ റോളിംഗ്, ആക്ഷൻ. പറഞ്ഞോ. എൻ്റെ പേര് ഗിഗാറിയോസ് ജോസഫ് ഫെർണാണ്ടസ്, പിന്നെ നാട്ടുകാർ വിളിക്കുന്ന ചെല്ലപ്പൻ. ഞാനിങ്ങനെ ആകാൻ കാരണം എന്നാന്ന് വെച്ചാൽ, നാട്ടിൽ വെച്ച് ഞാൻ പലരെയും പറ്റിച്ച് ഇഷ്ടംപോലെ കാശുണ്ടാക്കി ഞാൻ നിക്കക്കള്ളി ഇല്ലാതെ ആഫ്രിക്കയിലേക്ക് പോയി. അതാ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അവിടുന്ന് കുറേ പൈസ പല പണി ചെയ്തുണ്ടാക്കി ഞാൻ നാട്ടിൽ വന്ന് ആരെയും പറ്റിക്കാതെ ജീവിക്കാമല്ലോ എന്നോർത്ത്. എന്നാൽ പലരും എന്നെ പറ്റിച്ച് എന്നെ കുത്തുവാള എടുപ്പിച്ചറിയാമോ? പിന്നെ അറിയാതിരിക്കുവോ? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അറിയാമോ? കൊടുത്ത കൊല്ലത്തെ കിട്ടൂ എന്റെ പൈസ. അയ്യോ അമ്മേ, അയ്യോ 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 നേരൊറ്റ കീറിയാൻ വെച്ചേരൂട്ടാ. നീ എന്നതാ ഈ ചിക്കൻ കുനിയ വന്ന പോലെ കിടന്ന് കാണിക്കുന്നത്? എടാ, ഇത് ചിക്കൻ കുനിയ വന്നല്ല, പിന്നെ ഇതെന്റെ പുതിയ പടത്തിന്റെ സ്ക്രിപ്റ്റ് ആണ്. സാധനം ഇച്ചിരി ഹൊറാണ്ടാ. സ്ക്രിപ്റ്റ് ആണോ? വായിച്ചേ, വായിക്കാൻ വരട്ടെ. നീ ഇത് ഒരു കാര്യം കൊണ്ട് എത്ര നാളാണ് എന്റെ അടുത്ത് പോയേക്കണത്? എന്ത്? നിനക്കൊരു പ്രൊഡ്യൂസർ ഒപ്പിച്ചോണ്ടെന്ന് എനിക്ക് തരാൻ പാടില്ലേ? എടാ, പ്രൊഡ്യൂസർ വേണമെങ്കിൽ കഥയ്ക്ക് നല്ല കാമ്പുണ്ടായിരിക്കും. ചേമ്പുള്ളത് വേറെ ഉണ്ടാ? ചേമ്പല്ല, കാമ്പ്. നീ എവിടെ നിൽക്ക്, നീ ഇതൊന്ന് കേട്ട് നോക്ക്. അതായത് സമയം അർദ്ധരാത്രി 8:30. നമ്മുടെ കഥാനായകൻ സഹാറ മരുഭൂമിയുടെ മധ്യത്തിലുള്ള കൊടുങ്കാട്ടിലൂടെ കൈനിറച്ച് പണവുമായുള്ള ഒരു പെട്ടിയുമായി കടന്നു വരികയാണ്. തൊട്ടപ്പുറത്ത് ആഞ്ഞിലി മരത്തിന്റെ ചുവട്ടിൽ നമ്മുടെ കഥയിലെ വില്ലൻ, അതായത് രാജൻ കൊള്ളക്കാരൻ. ഈ രാജൻ കൊള്ളക്കാരൻ നായകനെ കാണുന്നു, ചാടി നായകന്റെ മേത്തേക്ക് വീഴുന്നു, ഇടിച്ചു മറിച്ച് നായകനെ താഴ്ത്തിട്ടിട്ട് പണം കൈക്കലാക്കുന്നു. അപ്പൊ നായകന് പണം നഷ്ടമായ? പിന്നെ നഷ്ടമായി. നായകൻ കലിപ്പും പൊത്തിട്ട് വില്ലന്റെ പൊത്തിട്ട് ചാടി കയറിയിട്ട് ഇടിച്ചു മറിച്ച് താഴ്ത്തിട്ട് വില്ലന്റെ പണം കൈക്കലാക്കും. അപ്പൊ വില്ലന് പണം നഷ്ടപ്പെട്ടു. അപ്പൊ വില്ലൻ ചാടി എന്നിട്ട് താടാ പോടാ എന്നൊന്ന് രണ്ടൊക്കെ പറഞ്ഞു. വീണ്ടും ചാടി വീണ് ഇടിച്ചു മറിഞ്ഞിട്ട് നായകന്റെ പണം വില്ലൻ കരസ്ഥമാക്കുന്നു. അപ്പൊ നായകന് പണം നഷ്ടമായി. ഇത് കഴിയുമ്പോഴത്തേക്ക് നായകൻ ഓടിച്ചെന്ന് വില്ലന്റെ ഒറ്റ ഇടി അങ്ങ് ഇടിക്കുന്നു, വില്ലൻ താഴ്ത്തു വീഴുന്നു, പണം നായകൻ എടുക്കുന്നു. അപ്പൊ പണം വില്ലന് നഷ്ടമായി. ഇതിനെല്ലാത്തിനും ഒടുവിൽ പണം ആർക്ക് നഷ്ടമാകും? പണം പ്രൊഡ്യൂസർക്ക് നഷ്ടമാകും. നിന്റെ പടം പിടിക്കാനൊന്നും ഞാൻ കൂടെ നിൽക്കില്ല. ഒന്ന് പോടാ. ഒരു കാര്യം പറയട്ടെ. എന്താ? അതായത് ഹൊറർ വേണ്ട. എന്റെ ഒരു ഉഗ്ര ലവ് സ്റ്റോറി ഉണ്ടോ? പിന്നെ കൊള്ളാം, അത് നല്ല സ്കോപ്പാണ് ഇപ്പൊ. എന്നാൽ ലവ് സ്റ്റോറിയുടെ കഥ ഒന്ന് കേൾക്കാം. ഒരു പച്ചക്കറി കച്ചവടക്കാരന്റെ വീട്. പച്ചക്കറി കടക്കാരൻ. പുള്ളിയുടെ വീട്ടിൽ പുള്ളിക്ക് ഒരു തക്കാളി പരുവത്തിലൊരു മോൾ. തൊട്ടപ്പുറത്ത് തന്നെയാണ് ഉരുളക്കിഴങ്ങ് കച്ചവടക്കാരന്റെ വീട്. പുള്ളിക്കാണെങ്കിൽ സവാള പരുവത്തിലല്ലേ ഒരു മോൻ. അങ്ങനെ ഈ തക്കാളി പോലത്തെ മോളും സവാള പോലത്തെ മോനും തമ്മിൽ പ്രേമത്തിലാവും. അവിടെ ഒരു പാട്ടത്തില്ല. കൊള്ളാം. ആ ചിങ്ങപ്പിച്ചിങ്ങ അത് ഞാൻ സംഗീത സംവിധായകനെ കൊണ്ട് റെഡിയാക്കിക്കോളാം. അത് മതി. അങ്ങനെ ഇവര് പ്രേമത്തിലാണ് അറിഞ്ഞു. തൊട്ടപ്പുറത്ത് തന്നെ ഇഞ്ചി കച്ചവടക്കാരന്റെ മോനുണ്ട്. പുള്ളിക്ക് ഇവരോട് ഭയങ്കര കലിപ്പല്ലേ. ആ പയ്യൻ ഇവരെ പറ്റി നാട്ടിൽ മൊത്തം അപവാദം പറഞ്ഞുണ്ടാക്കി. അങ്ങനെ അപവാദം സഹിക്കവയ്യാതെ ആ പെൺകുട്ടിയും ആ ചെറുക്കനും ഒറ്റ കയറി തൂങ്ങി ആത്മഹത്യ ചെയ്യും. അങ്ങനെ ആ ആത്മഹത്യ സമയത്താണ് തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ SI വിവരം അറിയുന്നത്. രാജൻ കൊള്ളക്കാരൻ. അയ്യോ, അത് മറ്റേ കഥയിലാണല്ലേ. SI ഇഞ്ചി കച്ചവടക്കാരന്റെ മോൻ വിവരം അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. തോക്കെടുത്തിട്ട് ഈ വില്ലനെ അങ്ങോട്ട് വെടിവെച്ച് കൊല്ലുകയാണ്. ആ വെടിയുണ്ടെന്ന് പൊളന്ന് എന്റെ പേര് കാണിക്കോടാ. അവിടെ പടം സ്റ്റോപ്പ് ആവുകയാണ്. എന്റെ ഈ കഥ
സിനിമയാക്കാൻ പറ്റും. സിനിമയാക്കാൻ പറ്റത്തില്ല, നല്ലൊരു സാമ്പാർ വെക്കാൻ കൊള്ളാം. പോലെ ഞാൻ പറയണൊന്ന് കേക്ക്. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഒപ്പിച്ചതാ. അപ്പൊ ഇല്ലെങ്കിൽ നീ സമ്മതിക്കുക? ഇല്ല. ഒരു കാര്യം ചെയ്യ്, എന്റെ കയ്യിൽ നല്ല ഒന്നാം തരം ഒരു പ്രൊഡ്യൂസർ ഉണ്ട് മോനെ. ഒരു ആഫ്രിക്കക്കാരൻ. കണ്ട ആപ്പൂപ്പ ആഫ്രിക്കക്കാരൻ നമുക്ക് പറ്റില്ല. ആപ്പൂപ്പ ആഫ്രിക്കക്കാരനൊന്നും അല്ല, അങ്ങനെ കീഴിൽ ഒരു 10-250 പേരുണ്ട്, അറിയോ? അത്രക്ക് വലിയ എന്നാ ഇപ്പൊ തന്നെ 20 രൂപ കയ്യിൽ ആഫ്രിക്കക്ക് വിട്ടാലോ? ഇപ്പൊ നീ ആഫ്രിക്ക പോകണ്ട, പുള്ളി ഓൺ ദ സ്പോട്ടിൽ ഇപ്പം ഇവിടെ എത്തും. ഇതാണ് ഞാൻ പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ. എന്നാണോ ഇത് സാറേ? ഇയാളുടെ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. എന്റെ നല്ലൊരു കഥയുണ്ട് സാറ്. സിനിമ പിടിക്കാനാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാൻ ആഫ്രിക്കയിൽ പോയി പെയിന്റിങ്, വാർക്കപ്പണി, റോഡ് പണി, ടാറിങ് ഇതൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ കാശുണ്ടാക്കിയിട്ടുണ്ട്. കാശ് എനിക്കൊരു വിഷയമേ അല്ല, സിനിമയാണ് വിഷയം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് സിനിമ അങ്ങ് ഷൂട്ട് ചെയ്യാം. പക്ഷെ ഇതിലെ നായകനാരാ? നായകനിപ്പോ ഞാൻ ആലോചിച്ചിട്ടുണ്ട് മമ്മൂട്ടിനെയാണ്. മമ്മൂട്ടിയോ? മമ്മൂട്ടിയൊന്നും വേണ്ട. മമ്മൂട്ടി വേണ്ട, ശരിയാകത്തില്ല. ഒരു കാര്യം, ഈ കുത്തു മാത്രമേ ഉള്ളൂ. നമുക്ക് മോഹൻലാൽ ഇടാം. മോഹൻലാൽ വേണ്ട, ഈ ചെരിവ് മാത്രമേ ഉള്ളൂ. മോഹൻലാലൊന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഈ പടത്തിന് പറ്റിയ ഒറ്റ നായകനേ ഉള്ളൂ. ഇതും ഇല്ലാത്ത ഞാൻ നായകനായിക്കോളാം. ഹലോ, നിന്റെ കയ്യിൽ പൈസ ഉണ്ടോ? എന്റെ കഥാപാത്രത്തിന് കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഏത് കഥാപാത്രം? സുഖുവോ? ആ സുഖുനെ കൊല്ലാൻ പറ്റില്ല. ഇവിടെ നീ സുഖുനെ കൊല്ലണം. പുള്ളി പ്രൊഡ്യൂസറാണ്, പുള്ളിയുടെ പൈസ മുടക്കാനുണ്ട്. എന്നാലും ആ മുഖവും വെച്ചിട്ട് ശരിയാവൂല അത്. ഹലോ, ഞാൻ തന്നെയാ, ഞാൻ നായകനാ. അയ്യോ, എല്ലാം റെഡിയാകുന്നേ, ഞാൻ നായകൻ. ശരിയാവൂല അത്. റെഡിയായോ? മിണ്ടരുത്. ആൽബം പുള്ളി ഇതേ വരുന്നുണ്ട്. സിനിമ എവിടം വരെയായി? സിനിമയുടെ കാര്യം നടക്കൂല. അതെന്താ, കഥയൊന്നും തീർന്നില്ല? കഥ തീർന്നിട്ടില്ല. അതാണ്, കഥ തീർന്നിട്ടില്ല. അയ്യോ, ഇല്ലേ? അപ്പൊ നമുക്ക് വേറെ കാര്യം ചെയ്തല്ലോ സാറേ, നമുക്കൊരു ആൽബം പിടിച്ചാലോ? ആൽബം? പിന്നെ ആൽബത്തിനോട് എനിക്ക് താല്പര്യമുണ്ട്. പിന്നെ അതിനാണല്ലോ ഞാൻ ആഫ്രിക്കയിൽ പോയി വാർക്കപ്പണി ചെയ്ത്, ടാർ പണി ചെയ്ത്, മൈക്കാട് പണി ചെയ്ത് കാശുണ്ടാക്കി അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ആൽബം ഷൂട്ട് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? നല്ല മുഖം. ആൽബത്തിലെ നായകനും ഞാൻ തന്നെ ആയിരിക്കും. വണ്ടി വിട്ടോ, മേക്കപ്പ് ചെയ്യണം. എന്റെ സുഖൂനെ കൊല്ലാൻ സമ്മതിക്കില്ല. ഇതാരാ നിന്റെ സുഖം ക്ലീറ്റസും? എന്റെ കഥാപാത്രങ്ങള്. അയാൾ എങ്ങനെ ചത്തുപോകുന്ന ഈ പറയുന്നത്? എന്റെ പൊന്നോ, ആ പ്രാന്തം പ്രൊഡ്യൂസർ ഇതിൽ അഭിനയിച്ചാണ്ടില്ല. എന്റെ കഥാപാത്രങ്ങൾ ചാകും. നിന്റെ കഥാപാത്രങ്ങളൊക്കെ ചത്തോട്ടെ, നമുക്കിവിടെ പൈസയാണോ മുഖ്യം? പൈസ വേണം. പൈസ പോരെ? പൈസ വേണം. നമ്മൾ ഇയാളെ കൊണ്ട് ഒരു 3 ലക്ഷം രൂപയ്ക്ക് ഒരു ആൽബം അങ്ങ് പിടിക്കുന്നു. ഒരു 10,000 രൂപയ്ക്ക് നമ്മൾ ഷൂട്ട് തീർക്കുന്നു. ബാക്കി 2,90,000 രൂപ നമ്മൾ രണ്ടുപേരും എടുക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം, സൂപ്പർ. ആര് സംവിധാനം ചെയ്യും? അതിന് പറ്റിയൊരു ഉഗ്രനാള് എന്റെ കസ്റ്റഡിയിലുണ്ട്. അതാരാണ്? സജി അലൂമിനിയം. പെടക്കണമീൻ വമ്പിച്ച വെളിടിവേ കാളൻ പൂളാൻ ചെമ്മീൻ കാളൻ ഓലൻ അവിയൽ ചെമ്മീൻ വമ്പിച്ച വെളിടിവേ തീരാൻ പോണേ പെടക്കണമീൻ കടന്നു വരൂ വമ്പിച്ച വെളിടിവേ. സജി, നീ എന്താ അലൂമിനിയം പാത്രമൊക്കെ ആയിട്ട്? സജി അലൂമിനിയം ജീവിക്കണ്ടേടാ. കടന്നു വരൂ മീ വമ്പിച്ച വെളിടിവേ. അതെ, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. അയ്യോ, പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര റിസ്ക് ഉള്ള പ്രധാനമന്ത്രി ആവാൻ പറ്റിയൊരു ചളുക്ക്. പ്രധാനമന്ത്രി അല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാ പറ, എന്താന്ന് വെച്ചാ വീട്ടിൽ കൊണ്ട മീൻ തന്നെ ആരും എന്നോട് പറയാൻ നിൽക്കരുതുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതല്ല, നീ ഞങ്ങൾക്ക് ഒരു ആൽബം ചെയ്തു തരണം. ഞാനാ? എന്താടാ? പറയട്ടെ, നീ പ്രശ്നം ഉണ്ടാക്കാതെ ഇത്രയും കാലം ഞാൻ ഈ പഠിക്കണം, ഇന്നേ ഒരാൾ വന്ന് എന്നോട് ആൽബം ചെയ്യണോന്ന് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വന്ന് എന്നോടൊരു ആൽബം ചെയ്യണോന്ന് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല, നീ അതൊന്ന് ചെയ്തു തരണം. എടേ, ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലക്ഷം രൂപയെ ബഡ്ജറ്റ് ഉള്ളൂ. അതിൽ 10,000 രൂപ കൊണ്ട് ഷൂട്ടിംഗ് തീർത്ത്. 3 ലക്ഷം രൂപയുണ്ടല്ല, തീർത്ത് തന്നെ ആരും ഞാൻ എത്തി. എന്തായാലും നിങ്ങൾ എത്തേണ്ടടുത്ത് തന്നെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നാളെ തന്നെ നമ്മുടെ ആൽബം ഷൂട്ട് ചെയ്തിരിക്കും. മൊഞ്ചുള്ള പൂളോൻ.